ഹായ് കൂട്ടുകാരെ, നമുക്ക് തെന്നാലി രാമൻ്റെ ബാക്കി കഥ കേൾക്കണ്ടേ? അങ്ങനെ സുദീർഘമായ യാത്രയൊക്കെ കഴിഞ്ഞ് 4 മാസങ്ങൾക്ക് ശേഷമാണ് തെന്നാലി രാമനും കുടുംബവും വിജയനഗരത്തിൽ എത്തിച്ചേർന്നത്. അപ്പോൾ വിജയനഗരം ആഘോഷത്തിമർപ്പിൽ ആറാടിക്കുളിച്ചു നിൽക്കുകയായിരുന്നു. ദസറ മഹോത്സവ വേളയായിരുന്നു അത്. നൃത്തനൃത്യങ്ങൾ, സംഗീത കച്ചേരികൾ, പാവക്കൂത്ത്, നാടകങ്ങൾ, പരാക്രമശാലികളുടെ ആയുധാഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങിയ വിനോദ പ്രകടനങ്ങളുടെ ഒരു കലാവേദിയായി തന്നെ മാറിയിരിക്കുകയായിരുന്നു വിജയനഗരം. ഉത്സവലഹരിയിൽ തെന്നാലിരാമനും കുടുംബവും അതിശയത്തോടെ നോക്കി നിന്നുപോയി. ഉത്സവങ്ങൾക്ക് ദിവസങ്ങളുടെ ദൈർഘ്യമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ജീവിതം അങ്ങനെയല്ല. കുടുംബം പോറ്റുന്നതിന് ഒരു ജോലിയും തേടിയാണ് താൻ വന്നിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ തെന്നാലിരാമൻ്റെ ഉത്സവം ആഘോഷിക്കാനുള്ള ഉത്സാഹമെല്ലാം ചോർന്നുപോയി. അമ്മയെയും ഭാര്യയെയും മകനെയും ഒരു ബ്രാഹ്മണ കുലത്തിൽ നിർത്തിയിട്ട് ഒരിക്കൽ കൂടി താതാചാരിയെ കണ്ട് ജോലിയുടെ കാര്യം ഓർമ്മിപ്പിക്കാമെന്ന് കരുതി തെന്നാലിരാമൻ താതാചാരിയുടെ വസതിയിലേക്ക് പോയി. തെന്നാലിരാമൻ ചെന്നപ്പോൾ താതാചാരി അയാളുടെ വീടിൻ്റെ പുറംതിണ്ണയിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. താതാചാരിയെ കണ്ടപാടെ നീട്ടി വലിച്ചൊന്ന് തൊഴുതിട്ട് തെന്നാലിരാമൻ ഭവ്യതയോടെ നിന്നു. ആരാണ്? മുമ്പെങ്ങും കണ്ടുപരിചയമില്ലാത്തതുപോലെ താതാചാരി രാമനോട് ചോദിച്ചു. ഞാൻ രാമൻ. അയോധ്യ രാമനോ അതോ ദ്വാരകാപുരിയിലെ ബലരാമനോ? താതാചാരി പരിഹാസരൂപത്തിൽ ചോദിച്ചു. അങ്ങ് മംഗലഗിരിയിൽ താമസിച്ചിരുന്നപ്പോൾ സേവകനായി നിന്നിരുന്ന തെന്നാലിയിലെ രാമനാണ് ഞാൻ. എനിക്കൊരു മരങ്ങോടനെയും അറിഞ്ഞുകൂടാ. ശല്യപ്പെടുത്താതെ വേഗം കടന്നുപോയിക്കോളൂ. അത്ഭുത പരതന്ത്രനായ തെന്നാലിരാമൻ ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. ഇതെന്തൊരു മായാജാലം! മാസങ്ങളോളം ഒന്നിച്ച് പാർത്തിരുന്ന തന്നെ ഇയാൾക്ക് അറിഞ്ഞുകൂടുന്നോ? ഇയാൾ തന്നെ അവഹേളിക്കുകയാണ്. അറിഞ്ഞുകൂടാത്തവനെ പോലെ അഭിനയിക്കുകയാണ്. എന്നെ അങ്ങ് മറന്നുപോയോ? എനിക്ക് കൊട്ടാരത്തിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് അങ്ങ് വാക്ക് പറഞ്ഞിരുന്നതാണ്. ആഹാ, കൊള്ളാലോ! കൊട്ടാരത്തിൽ ജോലി ചെയ്യാൻ പറ്റിയ ആള് തന്നെ. മര്യാദയ്ക്ക് കടന്നുപോയിക്കോളൂ, അല്ലെങ്കിൽ ഭടന്മാരെ വിളിച്ച് പുറത്ത് തള്ളും ഞാൻ. അപമാനഭാരത്താൽ തലയും കൂമ്പിട്ടുകൊണ്ട് രാമൻ പുറത്തേക്ക് നടന്നു. നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ മനസ്സിൽ താതാചാരിയോടുള്ള പക ആളിപ്പടർന്നു. എടോ നീചനായ രാജപുരോഹിത, അധികാര ഗർവം കൊണ്ട് താൻ എന്നെ അധിക്ഷേപിച്ചിരിക്കുന്നു. കാലം കനിയട്ടെ, അപ്പോൾ ഞാൻ തന്നെ വെറുതെ വിടുകയില്ല. തെന്നാലിരാമൻ താതാചാരിയോടുള്ള പക മനസ്സിൽ കുറിച്ചിട്ടു. ഇനി എങ്ങനെ കൊട്ടാരത്തിൽ കടന്നുകൂടും? താതാചാരിയെ ഇനി പ്രതീക്ഷിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും കൊട്ടാരത്തിൽ കടന്നുകൂടി താതാചാരിയോട് പകരം ചോദിക്കണം. ഇങ്ങനെ മനസ്സിനെ മതിക്കുന്ന ചിന്തകളുമായി രാജവീതിയിലൂടെ നമ്മുടെ തെന്നാലിരാമൻ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ വാർത്ത രാമന്റെ ചെവിയിലെത്തിയത്. ആസ്ഥാന മണ്ഡപത്തിൽ ഉത്തരേന്ത്യക്കാരനായ ഒരു മഹാപണ്ഡിതൻ ആത്മീയ പ്രഭാഷണം നടത്തുന്നുണ്ടത്രേ. അവിടെ സന്നിഹിതനായിരിക്കുന്ന കൃഷ്ണദേവരായർ പണ്ഡിതവര്യണനുമായി വാദിച്ചു ജയിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നതാണ് പോലും. വാർത്തയറിഞ്ഞ് ധാരാളം ആളുകൾ ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം നമ്മുടെ തെന്നാലിരാമനും ചേർന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. പ്രത്യേകം സജ്ജീകരിച്ചിരുന്ന മേടയിൽ അടുത്തടുത്തായി രാജാവും പുരോഹിതനും മന്ത്രിപ്രധാനികളും ഉപവിഷ്ടരായിരുന്നു. അവർ ധരിച്ചിരുന്ന വില കൂടിയ വസ്ത്രങ്ങളും സ്വർണ്ണ കിരീടങ്ങളും മറ്റും കണ്ടപ്പോൾ രാമന് കൊതി തോന്നി. സുഹൃതം ചെയ്തവർ, രാമൻ അറിയാതെ പറഞ്ഞുപോയി. ഉത്തരേന്ത്യൻ മതപണ്ഡിതന്റെ അനുഗ്രഹ പ്രഭാഷണം അനർഘനിർഗളം പ്രവഹിക്കുകയായിരുന്നു. ലോകമായകളുടെ ഭാണ്ഡ കെട്ടുകളഴിച്ച് പണ്ഡിതൻ ശ്രോതാക്കളെ വീർപ്പ് മുട്ടിച്ചു. എന്നാൽ കൃഷ്ണദേവരായരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. ഈ പണ്ഡിതനോട് 4 ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ച് അയാളെ ഒന്നിരുത്തുവാൻ തൻ്റെ രാജ്യത്ത് ആരുമില്ലേ? അപ്പോഴാണ് തിരക്കിനിടയിൽ നിന്ന് തെന്നാലിരാമൻ പണ്ഡിതന്റെ സവിധത്തിലേക്ക് കടന്നു വന്നത്. ക്ഷമിക്കണം പണ്ഡിത ശ്രേഷ്ഠ, സാധുവായ ഈ ഉള്ളവന് ചില സംശയങ്ങൾ ചോദിച്ചറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അനുവാദം കിട്ടിയിരുന്നെങ്കിൽ. അതിനെന്താ, ചോദിച്ചോളൂ. താങ്കൾ സഹധർമ്മിണി സമേതനായിട്ടാണോ ഇവിടെ എത്തിയിരിക്കുന്നത്? ഒരു കുശലാന്വേഷണം എന്നതുപോലെ രാമൻ ചോദിച്ചു. ദൂരസ്ഥലങ്ങളിൽ പോകുമ്പോൾ നാം ഭാര്യയെ കൂട്ടുന്നത് പതിവല്ല. അപ്പോൾ പ്രൗഢയായ ഒരു സ്ത്രീ അങ്ങയോടൊപ്പം ഉണ്ടല്ലോ, അതാരാ? അത് നമ്മുടെ ദാസിയാണ്. നമ്മുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് കൂടെ സഞ്ചരിക്കുന്നവളാണ്. ഏതായാലും കൊള്ളാം, ഭാര്യ ഗ്രഹത്തിലും ദാസി കൂടെയും.
ആ ഫലിതം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഏവരും ആർത്തു ചിരിച്ചു. കൃഷ്ണദേവരായർക്കും തെന്നാലിരാമന്റെ ബുദ്ധിശക്തിയിൽ മതിപ്പ് തോന്നി. എത്ര ലാഘവത്തോടെയാണ് പണ്ഡിതനെ അയാൾ മുട്ടുകുത്തിച്ചത്! മഹാനുഭാവ, വൈരാഗിയാണെന്ന് പ്രസംഗിക്കുന്ന അവിടുന്ന് പട്ടുവസ്ത്രങ്ങൾ ഉടുക്കുന്നതും തങ്കപ്പതക്കങ്ങൾ കഴുത്തിൽ ധരിച്ചിരിക്കുന്നതും ധർമ്മമാണോ? തെന്നാലിരാമന്റെ പരിഹാസ്യത നിറഞ്ഞ ചോദ്യം പണ്ഡിതന് വീർപ്പുമുട്ടുളവാക്കി. ഇവയെല്ലാം ഓരോരോ പ്രമാണിമാർ നമുക്ക് സംഭാവന നൽകിയിട്ടുള്ളവയാണ്. അതെയോ? അപ്പോൾ സംഭാവനയായി ലഭിക്കുന്നതെന്തും സ്വീകരിച്ച് അത്യാഡംബരമായി ജീവിച്ചുകൊള്ളുവാൻ ഏത് നീതിശാസ്ത്രത്തിലാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്? പണ്ഡിതനെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമായിരുന്നു അത്. ഒന്നും പറയാൻ വയ്യാതെ അയാൾ പരിഭ്രമത്തോടെ നിന്നു. രാജാവും പരിവാരങ്ങളും സദസ്യരും ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. തെന്നാലിരാമന്റെ കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ അവർക്ക് നന്നേ രസിച്ചു. ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് പണ്ഡിത ശ്രേഷ്ഠ, തെന്നാലിരാമൻ പറഞ്ഞു. പരുങ്ങലോടെ നിന്ന പണ്ഡിതൻ വിയർക്കുവാൻ തുടങ്ങി. രാമന്റെ അടുത്ത ചോദ്യം എന്താണെന്നറിയുവാൻ സഭാവാസികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. സർവവും മായയാണെന്ന് പ്രസംഗിച്ച് നടന്ന് സാധാരണക്കാരായ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിങ്ങൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് എന്തിനാണ് ഈ മായാദേഹം കൊഴുപ്പിക്കുന്നത്? എന്തിനായിട്ടാണ് നിങ്ങൾക്ക് ഭാര്യയും ദാസിയും? എന്തിനാണ് നിങ്ങൾ പട്ടുവസ്ത്രങ്ങൾ അണിയുന്നത്? എല്ലാം മായയാണെന്ന് പറയുമ്പോൾ നാണം എന്ന് പറയുന്നത് ഒരു തോന്നൽ മാത്രമാണെങ്കിൽ നഗ്നനായി ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് മാതൃകയായിക്കൂടെ? ഇപ്രകാരമുള്ള തെന്നാലിരാമന്റെ ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങൾക്ക് പണ്ഡിത ശ്രേഷ്ഠനു പറയുവാൻ മറുപടികളില്ലായിരുന്നു. അപമാനഭാരത്താൽ തലയും കുമ്പിട്ടുകൊണ്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. യുക്തിയുക്തം ചോദ്യങ്ങൾ ചോദിച്ച് പണ്ഡിതനെ നാണം കെടുത്തി ഓടിച്ച തെന്നാലിരാമനെ ഏവരും പ്രശംസിച്ചു. സദസ്യരെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ രാമനെ അടുത്ത് വിളിച്ച് കൃഷ്ണദേവരായർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ രാമൻ, തെന്നാലിയിൽ നിന്ന് അങ്ങയുടെ ആശ്രിതനായി കഴിയുവാൻ കൊതിയോടെ വന്നിരിക്കുന്നവനാണ്. നല്ലത്, നിങ്ങളൊരു ബുദ്ധിശാലിയാണെന്ന് നാം നേരിൽ കണ്ടറിഞ്ഞിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നാം പിന്നീട് അറിയിച്ചു കൊള്ളാം. ഇതാ ഈ പണക്കിഴി സ്വീകരിച്ചുകൊള്ളൂ. കൃഷ്ണദേവരായർ സമ്മാനിച്ച പണക്കിഴി തെന്നാലിരാമൻ സന്തോഷം സ്വീകരിച്ചു. യാത്ര പറഞ്ഞ് പിരിയുവാൻ സമയത്ത് മഹാരാജാവ് വീണ്ടും ഓർമ്മിപ്പിച്ചു, കൂടെ കൂടെ നമ്മെ വന്ന് കാണുവാൻ മറക്കരുത് കേട്ടോ തെന്നാലിരാമ. ഉത്തരവ് പ്രഭു. അങ്ങനെ കൃഷ്ണദേവരായരുമായുള്ള തെന്നാലിരാമന്റെ ആദ്യത്തെ കൂടിക്കാഴ്ച ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു. ഹായ് കൂട്ടുകാരെ, നമ്മുടെ കൃഷ്ണദേവരായരും തെന്നാലിരാമനും കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും കൃഷ്ണദേവരായരും തെന്നാലിരാമനുമൊക്കെ കൂടി ഒത്തിരി കഥകൾ പറയാനുണ്ട്. കഥകളൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ കൂടെ കൂടാൻ മറക്കല്ലേ.